ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല വെൻഡാസ് പ്ലാന്റാണ്, ഹൈബ്രിഡാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇത് ആരുടെയെങ്കിലും കയ്യിൽ, ഒരുപാട് പേരുടെ കയ്യിൽ കാണും. നിങ്ങൾക്കൊക്കെ നശിച്ചു പോകാറുണ്ടോ? അതിൻ്റെ കാരണം ഇതാണ്. എനിക്കും കുറേ കളറും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഫ്ലവറായി നിന്ന് മഴ പെയ്തപ്പം, ഓവറായിട്ട് മഴയത്തിരുന്നപ്പോൾ നമ്മളെ പ്ലാന്റ് അത്ര നശിച്ചു പോയി. ഫ്ലവറെല്ലാം പോയി അഴുകി കുറേയൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയി. മഴ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തൊക്കെ നിർത്തി വീണ്ടും ഒന്നേന്ന് വളമൊക്കെ കൊടുത്തപ്പം എല്ലാത്തിലും നല്ല ഫ്ലവറായി തുടങ്ങിയതേ ഉള്ളേ. എല്ലാം നല്ല ഭംഗി, നല്ല ഡബിൾ ഷെയ്ഡായിട്ടാണ് വരണത്. ഇതൊക്കെ ഉണ്ടാവും, റോസിനകത്ത് ഒരു വൈറ്റും കൂടെ കയറി വരണ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതെന്നും ഫ്ലവർ നമുക്ക് കിട്ടും, മഴയായാലും വെയിലായാലും കിട്ടും. പക്ഷേ ഓവറായിട്ട് ഇതിന് വെള്ളം വീഴുമ്പോൾ അത് പറ്റുന്നില്ല. ചെടി മൊത്തം അഴുകി പോകുന്നുണ്ട്, ലീഫെല്ലാം അങ്ങ് അഴുകി പോകും. ഈ പ്ലാന്റൊക്കെ നല്ല റെഡാണ്. ഇതെന്നാൽ ഒരു ഡാർക്ക് കളറാണ്, അതൊരു ഇരുണ്ട ഒരു റെഡ്. എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണേ ഉള്ളത്. പക്ഷെ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുമുറ്റത്തൊന്നും ഒരു 3-4 ചട്ടിയിലൊക്കെ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ നിറയെ പൂത്തിക്കും. പിന്നെ ഫ്ലവർ വന്ന് കഴിയുമ്പോൾ നമ്മളതിൻ്റെ ഫ്ലവർ കഴിഞ്ഞ ഭാഗം ഇതുപോലത്തെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ വീണ്ടും പുതിയ പ്ലാന്റ് ഫ്ലവറായി പൂമൊട്ടായിട്ട് ആയി മാറും. നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും, നല്ല ബുഷിയായിട്ട് ഈ ചെടി നിൽക്കുകയും ചെയ്യും. ഈ പ്ലാന്റിന് നന്നായിട്ട് വെയിൽ വേണം. വെയിലുള്ള ഭാഗത്ത് തന്നെ ഈ പ്ലാന്റ് നമ്മൾ വച്ചു കൊടുക്കണം. ഓവറായിട്ടുള്ള വെയിൽ വേണ്ട. അപ്പം നമുക്ക് ഈ ഫ്ലവർ ചില സമയത്തങ്ങ് പെട്ടെന്നങ്ങ് വാട്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 12 മണി വരെയൊക്കെ കിട്ടുന്ന വെയിലുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറും കിട്ടും, നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ വെള്ളം ഓവറായിട്ട് വേണ്ട, ഒരു നേരം എന്നും നമ്മൾ വെള്ളം കൊടുക്കുകയും വേണം. പിന്നെ ഇതിന് വളമായിട്ട് നമുക്ക് കമ്പോസ്റ്റ്, ചാണകപ്പൊടിയൊക്കെ അതിൻ്റെ ചുവട്ടിലിട്ട് മണ്ണിളക്കി കൊടുക്കുക, ചുവട്ടിളക്കി കൊടുക്കാം. പിന്നെ NPK നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, DAP ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. അതും കൂടെയൊക്കെ എൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് മാറ്റി പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ കട്ടിങ് എടുത്ത് വച്ച് നമുക്ക് വെറും മണലിലോ വെച്ചാലും ഈ പ്ലാന്റ് പിടിച്ച് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് കൂട്ടുകാർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിച്ചത് വയ്ക്കണം. എല്ലാവരും. പിന്നെ നമുക്ക് മുമ്പൊക്കെ ഉള്ളതാണെങ്കിൽ നാടൻ ടൈപ്പാണ്, പൊങ്ങിപ്പോണ ചെടി. അത് പക്ഷേ മഴയത്തിരുന്നാലും ഒന്നും സംഭവിക്കില്ല. മഴയായാലും വെയിലായാലും എന്നും അതിലും ഫ്ലവർ ഉണ്ടായിരിക്കും. അതും എനിക്കിപ്പോൾ 2-3 ചുവടുണ്ട്. പക്ഷേ ഇതാണ് ഇത് കൂടെ നല്ലത്, നല്ല ബുഷിയായിട്ട് നിറയെ ഫ്ലവർ എപ്പോഴും ഉള്ളത്. ഒരുപാട് പൊങ്ങി പോകാതിരിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയല്ലേ, നന്നായിട്ടിരിക്കുന്നുണ്ട്. അതാണ്. പിന്നെ ഇടയ്ക്കൊന്ന് നമുക്ക് സാഫ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നാടനിൽ ഒന്നും ചെയ്യണ്ട, നമുക്ക് വളം കൊടുത്തില്ലെങ്കിൽ അത് ഫ്ലവറാവും. നമുക്ക് സാഫൊന്നും അതിന് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്ലാന്റിന് നമുക്ക് സാഫ് കൊടുക്കണം, ഇടയ്ക്ക് ഒന്ന് ചുവട്ടിലൊഴിച്ചു കൊടുക്കണം. നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പ്ലാന്റ് മൂടോടെ അങ്ങ് നശിച്ചു പോകാനും ഇടയുണ്ട്. അതുകൊണ്ട് നമ്മളെ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ മാറ്റി കട്ടിങ് വെച്ച് പിടിപ്പിക്കുകയും കൂടി വേണേ. കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.